പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. എന്തിനാ വിലക്കിയത്? ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന വിലക്കി. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഹല്ലേലൂയ, ബിഥുന്യക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അവരെ സമ്മതിച്ചതുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ പോലെ ചില ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച് സകല പോരാട്ടങ്ങളെ ശാസിച്ച് നമ്മൾ ആ വഴി തന്നെ തെരഞ്ഞെടുത്തേനെ. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയണം. വാതിലുകൾ തുറക്കപ്പെടുന്നത് മാത്രമല്ല ദൈവത്തിന്റെ ഹിതം, ചില വാതിലുകൾ അടയപ്പെടുന്നതും ദൈവത്തിന്റെ ഹിതമാണെന്ന് തിരിച്ചറിയാൻ കൃപ ലഭിച്ചവർക്കായി എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ചരിത്രം പഠിക്കുമ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ചൈനയിൽ പോകാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ ആഫ്രിക്കയിലേക്കാണ് അയച്ചത്. ദൈവത്തിന് സ്തോത്രം. അത് വില്യം കേറി എന്ന് പറഞ്ഞ ശക്തനായ മനുഷ്യൻ, അദ്ദേഹം ഇംഗ്ലണ്ടിലെ പോളിനേഷ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനാ ആഗ്രഹിച്ചത്. എന്നാൽ തമ്പുരാൻ എന്ത് ചെയ്തു? വില്യം കേറിയെ ഇന്ത്യയിലെത്തിച്ചു. അഡോണിറാം ജഡ്സൺ അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടു. എന്നാൽ ദൈവം അദ്ദേഹത്തെ ബർമയിലേക്ക് നയിച്ചു എന്ന ചരിത്രം പറയുന്നത്. ചരിത്രത്തിൽ അനേകം ആളുകളെ ദൈവം റൂട്ട് മാറ്റി വിട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലക്കാലം ചില വാതിലുകൾ നിന്റെ മുൻപാകെ അടയപ്പെടുന്നത് കാണുമ്പോൾ ഇന്ന് പകലിൽ നിരാശപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ പിന്നിലും ഒരു ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിയാൻ കഴിയുന്നവർക്കായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ക്ലോസ്ഡ് ഡോർസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പാകെ പലതും അടയപ്പെട്ടതായി നമുക്ക് തോന്നുന്നെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിന്നെ ഉറപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ചില രാജ്യങ്ങളുടെ കവാടം നിന്റെ മുൻപാകെ അടയപ്പെട്ടത് സ്തോത്രം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ചില തലമുറയ്ക്ക് ചില രാജ്യങ്ങളുടെ വാതിൽ അടയപ്പെട്ടത് സ്തോത്രം ദൈവത്തിന്റെ പദ്ധതി അതിന്റെ പിറകിലുണ്ട്. നീ തുടങ്ങി വെച്ച ചില കാര്യങ്ങളിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ തടസ്സങ്ങൾ വന്ന ചിലത് അടയപ്പെട്ട് കിടക്കുന്നത് പോലെ ഇന്ന് പകലക്കാലം മാതാവേ, പ്രിയ സഹോദരിമാരെ, നീ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകലക്കാലം സംശയിക്കണ്ട. അതിന്റെ പിറകിൽ ഒരു ദൈവത്തിന്റെ പദ്ധതി മറഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലക്കാലം അടയപ്പെട്ട സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും തുറക്കാത്ത ചില വാതിലുകൾ, എത്ര പരിശ്രമിച്ചിട്ടും മുൻപോട്ട് പോകാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ നിന്നെ തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. കരയേണ്ട, ദൈവം മറ്റൊരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ട് ഈ വാതിൽ ദൈവം അടയ്ക്കുകയുള്ളൂ. ഹല്ലേലൂയ.